വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്ന് എളുപ്പത്തിലുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെയുള്ള ഫ്രൈ പാനിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന 15 മിനിറ്റിനുള്ളിൽ റെഡിയാവുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. ചോക്ലേറ്റ് കേക്കാണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിനായിട്ട് നിങ്ങൾക്ക് ബീറ്ററും വേണ്ട, ഓവണും വേണ്ട, മിക്സിയും വേണ്ട, ഒന്നും വേണ്ട. ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അക്കാര്യം ആരും മറക്കരുത്. നല്ല സോഫ്റ്റും റിച്ച് ആയിട്ടുള്ള ഒരു കേക്കാണിത്. ഇത് ചെയ്യാനായിട്ട് ഞാൻ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും 1/2 കപ്പ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കണം. പഞ്ചസാര ഇടുന്ന സമയത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. വിപ്പ് ചെയ്യുക, അടിച്ച് പതിപ്പിക്കുകയോ ഒന്നും വേണ്ട, ബീറ്റ് ചെയ്യുക ഒന്നും വേണ്ട. പഞ്ചസാര കലങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ നന്നായിട്ടൊന്ന് ഇളക്കിയാൽ മതി. സ്പൂൺ കൊണ്ട് ഇളക്കിയാലും കുഴപ്പമില്ല. നന്നായിട്ടൊന്ന് കലങ്ങിക്കഴിഞ്ഞാൽ ഒരു അരിപ്പയിലൂടെ 1 കപ്പ് മൈദ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ട് തന്നെ കൊക്കോ പൗഡർ വേണം. 1/3 കപ്പാണ് കൊക്കോ പൗഡർ വേണ്ടത്. അതുപോലെ തന്നെ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും ചേർക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ് മതിയാവും. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിൽ ചേരുവയായിട്ട് വേണ്ടത്. ഇതെല്ലാം കൂടെ അരിപ്പയിലൂടെ നമുക്ക് ഈ ബൗളിലേക്ക് ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് വിപ്പൊന്നും ചെയ്യേണ്ട. ചുമ്മാ അതൊന്ന് കറക്കിയിട്ട് നന്നായിട്ട് കട്ടയില്ലാതെ മിക്സ് ആക്കിയിട്ട് എടുത്താൽ മാത്രം മതി. ഇത്രയേ ഉള്ളൂ. ബാറ്റർ ഉണ്ടാക്കുന്ന പരിപാടി ഈസിയാണ്, സിമ്പിളാണ്. അതാണ് ഞാൻ പറഞ്ഞത്, സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ്. നിങ്ങൾക്ക് ബീറ്ററോ ഓവണോ ഒന്നും വേണ്ട. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്റർ ഉണ്ടാവുക. ഇനി ഞാൻ അടുപ്പത്ത് ഒരു ഫ്രൈ പാന് വയ്ക്കുന്നുണ്ട്. അടികട്ടിയുള്ള ഏതൊരു നോൺ സ്റ്റിക്ക് പാനും നിങ്ങൾക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം. പാനിലേക്ക് നമുക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ഫുള്ളും പാനിൽ ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഈ ഒരു പാനിലേക്ക് ഡയറക്റ്റായിട്ട് ഒഴിക്കുക. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്യാം. കുക്ക് ചെയ്യാനായിട്ടും ഇതിന് ഒരുപാട് ടൈമൊന്നും വേണ്ട. വെറും 15 മിനിറ്റ് മാത്രം മതിയാവും. 15 മിനിറ്റ് കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ കേക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ചെറിയ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട്. 15 മിനിറ്റ് ആയിക്കഴിഞ്ഞാൽ ഒന്ന് തുറന്ന് നോക്കുക. ഒരു ടൂത്ത് പിക്ക് എടുത്ത് കുത്തി നോക്കുക. ടൂത്ത് പിക്ക് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കേക്ക് ബേക്കായി റെഡി ആയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഞാൻ ടൂത്ത് പിക്ക് ഇട്ട് കുത്തി നോക്കിയപ്പോൾ ഇത് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി എന്ത് ചെയ്യാം, ഈ കേക്ക് അടുപ്പത്തു നിന്ന് മാറ്റിയിട്ട് ചൂട് കാണാനായിട്ട് വെക്കാം. നമ്മൾ ഈ ഫ്രൈ പാനിൽ തന്നെയാണ് ഇത് ഡെക്കറേറ്റ് ചെയ്യുന്നതും സെർവ് ചെയ്യുന്നതൊക്കെ. കേക്ക് നന്നായിട്ട് ചൂട് കളഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഈ ഒരു പാനിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് നോക്കാം. ഒരു സ്പാച്ചുല ഇതുപോലെ ഒന്ന് സൈഡിൽ കൂടെ ഓടിച്ചു കൊടുത്താൽ മതി. സ്പാച്ചുല ഇല്ലാത്തവർക്ക് കുഴപ്പമൊന്നുമില്ല. ഏതെങ്കിലും ഒരു തവി ഉപയോഗിച്ചിട്ടും ഇതുപോലെ ഒന്ന് സൈഡിൽ കൂടെ ഓടിച്ചു കൊടുക്കുക. എന്നിട്ട് കേക്ക് നമുക്കൊന്ന് മറിച്ചെടുത്തിട്ട് നോക്കാം. നല്ല ക്ലീൻ ആയിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള പരിപാടികൾ ചെയ്യാം. ആദ്യം കേക്ക് ഒന്ന് സോക്ക് ചെയ്യണം. ഞാൻ സാധാ ഷുഗർ സിറപ്പാണ് സോക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. പഞ്ചസാരയും വെള്ളം കൂടെ ഒന്ന് കലക്കി എടുത്തിട്ടുള്ളതാണ്. സോക്ക് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ചെയ്യാം. ഞാനിപ്പം 200 ഗ്രാം ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ്. അതിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഡബിൾ ബോയിൽ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഓവനിൽ വെച്ചിട്ടോ ഒന്ന് മെൽട്ടാക്കിയിട്ടെടുക്കാം. മെൽട്ടാക്കിയെടുത്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സ്പൂണോടെ ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ നല്ല ക്രീമായിട്ട് തന്നെ കിട്ടും. നല്ല സോഫ്റ്റും സ്പഞ്ചി ആയിട്ടുള്ള കേക്കാണ്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഗനാഷ് നമുക്കിതിൻ്റെ മേലെ ഇതുപോലെ ഒഴിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് എടുക്കാം. ഈ ചോക്ലേറ്റും ക്രീമും കൂടെ നിങ്ങൾ മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലൂസായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് കുറച്ച് നേരം ഒന്ന് ഫ്രീസറിൽ വയ്ക്കുക. ഒരു 5 മിനിറ്റ് ഫ്രീസറിൽ വെച്ചാൽ മതി. അപ്പോൾ അത് നല്ല തിക്കായിട്ട് വരും. അതിനുശേഷം ഒന്ന് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുത്തിട്ട് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്താൽ മതി. ഈസിയാണ്, സംഭവം സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അതല്ല കേക്ക് മാത്രമായിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ കേക്ക് മാത്രമായിട്ട് ഉണ്ടാക്കിയിട്ട് കഴിക്കാം. അതല്ല ഈ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല സോഫ്റ്റും സ്പഞ്ചി ആയിട്ടുള്ള കേക്കാണ്. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇക്കാര്യം ആരും മറക്കരുത്. അപ്പോൾ അതാ നല്ല ഡിലീഷ്യസ് ആയിട്ടുള്ള നല്ല റിച്ച് ആയിട്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഞാൻ അതിനൊക്കെ റിപ്ലൈ തരുന്നതാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.